ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മഴ വ്ലോഗായിട്ടാണ് ഗൈസ്. ഭയങ്കര മഴയാണ് ഇവിടെ. നിങ്ങൾക്ക് വീഡിയോ കാണുന്നതിന് എത്ര കാണാൻ പറ്റുന്നത് അറിയില്ല. അത്യാവശ്യം നല്ലൊരു കിടിലൻ മഴയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് മഴക്കോട്ടുകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. റെയിൻ കോട്ടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ വെതറിൽ ഒരു നല്ല ചൂട് ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്ന പ്ലാനാണ്. അപ്പോൾ പോണ വഴി എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി നമ്മൾ 4 പേരുണ്ട്. 3 കോട്ടേ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ നാലാമത്തെ കോട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചായ പിടിക്കാൻ പോകുന്നതായിരിക്കും. ആക്ച്വലി ഈ വെതർ കൊള്ളാട്ടോ, കിടിലൻ. ഹായ്, മഴയൊക്കെ കൊണ്ട് ഗൈസ് ഫൈനലി നമുക്ക് കോട്ട് കിട്ടി. ഞങ്ങൾ 4 പേരും കോട്ടുധാരികളായി. പക്ഷേ ഞങ്ങൾക്ക് കോട്ട് കിട്ടിയപ്പോഴത്തേക്ക് മഴ പോയി ഗൈസ്. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഗൈസ് ഞങ്ങൾ ഇത്ര ആൾക്കാരാണ് ചായ കുടിക്കാൻ വേണ്ടി പോണത്. ഏറ്റവും വലിയ ട്വിസ്റ്റ് വെച്ചാൽ മഴയത്ത് ചായ കുടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ ഒരു എയിം. പക്ഷെ മഴ പോയി. ഇപ്പം ഞങ്ങളും കോട്ടും മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മഴ പെയ്യട്ടെ. ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ മഴ പെയ്യട്ടെ. അത് ആസ്വദിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഗൈസ് വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ഞങ്ങൾ ചായ കുടിക്കാൻ പോകാൻ വിചാരിക്കുന്ന കട അടച്ചിരിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പം ഞങ്ങൾ അറിഞ്ഞ വിവരം. അടയ്ക്കാതിരിക്കട്ടെ. മഴയില്ല. എല്ലാവരും ഞങ്ങളെ നോക്കിക്കൊണ്ടാണ് പോണത്, വണ്ടി പോണവരും നടന്നു പോകുന്നവരൊക്കെ. കാരണം മഴയില്ല. പക്ഷെ ഞങ്ങൾ കോട്ടിട്ടിക്കണ്. നല്ല ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഒരു 4 കോട്ടൂടെ പകൽ. എൻ്റെ 27 ഇയേഴ്സ് ഓഫ് ലൈഫിൽ ഞാൻ മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. 27 വയസ്സിനോട് ഞാൻ മിസ് ചെയ്തു എന്നല്ല പറയണത്. ചെറുപ്പത്തിൽ ആസ്വദിക്കാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളും ഞാൻ അപ്പം ആസ്വദിച്ചിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി ആസ്വദിക്കുന്നത്. ആക്ച്വലി ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടിട്ട് ഈ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കണു ഗൈസ്. ഇവർക്കെതിരെ രൂക്ഷമായ കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ജസ്റ്റിസ് ഫോർ മീ ആൻഡ് മൈ ബ്ലോഗ്. മഴ ഇല്ലാണ്ട് മഴക്കോട്ടിട്ട് നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? അതായത് മഴക്കോട്ടൊരു എസ്തെറ്റിക് വൈബാണെന്നാണ് ഇവിടെ എല്ലാവരും പറയണത്. കാരണം മഴ ഇല്ലാണ്ട് മഴക്കോട്ട് ഇടുന്ന ആ ഒരു വൈബ് സകലമാന ആൾക്കാർ ഞങ്ങളെ നോട്ട് ചെയ്തുകൊണ്ടാണ് പോണത്. ഇതെങ്ങോട്ടാ എന്നുള്ളൊരു മൂഡിലാണ് എല്ലാവരും. അപ്പോൾ ശരിക്കും ശശിയാവാൻ പോകുന്നത് നമ്മൾ ചായ കുടിക്കാൻ ചെല്ലുന്ന കട ക്ലോസ് കൂടെ ചെയ്താൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ 3G അടിച്ച് തിരിച്ചു പോരുന്നതായിരിക്കും. നടു റോഡാണെന്ന് പോലും കണക്കാക്കേണ്ടുള്ള അഭ്യാസങ്ങളാണ് ഞങ്ങൾ അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. ഗൈസ് ഒരു വിജനമായ ഒരു ഏരിയ കൂടെ ആവും. വിജനമായ വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് യാതൊരു തരത്തിലുള്ള ശല്യം ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് പറ്റണ കണ്ടന്റ് മൊത്തം ഈ ഏരിയയിൽ നിന്ന് പിടിക്കുന്നുണ്ട്. കണ്ട അടുത്ത് എന്ത് പിടിക്കും വള്ളിയിൽ നിന്ന് ഏരിച്ച് നടന്നു വരണം. 3 എണ്ണം റീൽസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഗൈസ് സൂര്യൻ കണ്ട, ഞാൻ പറഞ്ഞില്ലേ മഴ ഇല്ലാണ്ട് ഞങ്ങൾ ശശിയായി തിരിച്ചു വരുമ്പോ കോട്ട് കയ്യിൽ ആറിട്ട് വരുന്ന ആലോചിച്ച്. സോ ഫണ്ണാവും. അറ്റൻഷൻ. എന്താണ് വയറ് നിറച്ച് വയസ്സുള്ള തള്ളമാരാണ്. ഞാനൊരു അറ്റൻഷൻ പറഞ്ഞപ്പോ ഇവിടെ കിടന്ന് കാണിച്ച കോപ്രായത്തരങ്ങൾ കണ്ടതല്ലേ. കാണുമ്പോൾ നിങ്ങൾ എനിക്ക് ചെറിയ മക്കളാണ്. നല്ല വയറ് നിറയെ വയസ്സുണ്ട്. എന്നെപ്പോലെ തന്നെ എല്ലാരും. ഈ കാണുന്ന ഈ പിഞ്ചു ബാലിക്ക് പനിയാണ്. എന്നിട്ടാണ് ഈ കീറിയ കോട്ടിട്ട് ഞങ്ങളെ കൂടെ മഴമാനെ വന്നത്. വൈദബായി അമ്മ ഇത് കാണുകയാണെങ്കിൽ ഞങ്ങളെ പഴി ചാരരുതേ. ഞങ്ങളെ മോളെ സ്വന്തം ഇഷ്ടപ്രകാരം വരികയാണേ. ഞങ്ങൾ ഏകദേശം ഇതവിടെ മെയിൻ റോഡിലേക്ക് എത്തിട്ടോ. ഇതാ ഈ ഒരു ചെറിയ റോഡ് വഴിയാണ് ഞങ്ങൾ നടന്നു വന്നത്. ഏകദേശം നമ്മളിതാ ഒരു മെയിൻ റോഡിലേക്ക് എത്തി. ചായയും നല്ല അടിപൊളി എന്തെങ്കിലും നല്ലൊരു പൊരിക്കടിയൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ലെറ്റ്സ് സീ നമുക്ക് കിട്ടുമല്ലോ എന്ന്. ഞങ്ങളിതാ ഈ കടയിൽ നിന്നാണ് ഗൈസ് ചായ കുടിക്കാൻ പോണത്.
ഗൈസ്, കടയുടെ വലുപ്പവും ലൈറ്റിംഗ് സെറ്റപ്പും കണ്ട് നമ്മൾ ഒരു കടയിലും കയറരുത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ നേരെ തിരിഞ്ഞ് ഇവിടെ അടുത്ത് വേറൊരു ചെറിയൊരു തട്ടുകട സെറ്റപ്പ് ഉണ്ട്, അവിടെ നിന്ന് ചായ കുടിക്കാനുള്ള പ്ലാനിലേക്ക് എത്തി. ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ 3G അടിച്ചു. സാധനമൊന്നും ഇവിടെ ഇല്ല. ഞങ്ങൾ 4 ഹോർലിക്സ് പറഞ്ഞ സൈഡായിട്ട് ചമ്മിയിരിക്കുകയാണ്, ഇവിടെ ആരും കാണാണ്ട്. ചമ്മിയ വിഷമത്തിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി, പനിയായിട്ട് ഞങ്ങളിവിടെ മഴ നനയാൻ വന്ന ഈ കുട്ടി, ഇവരൊക്കെയാണ് ഞങ്ങളെ ഹീറോസ്. വേറൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ഹോർലിക്സ് കുടിച്ചിട്ട് വെറുതെ പോകുന്നതാണോ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങൾ തിന്നിട്ട് പോകുള്ളൂ. എന്തെങ്കിലും വിശക്കുന്നുണ്ട് കഴിച്ച് ഞങ്ങൾക്ക്. ഡ്യൂട്ടി കഴിഞ്ഞ് അതേപോലെ ഫ്രഷ് പോലും അവിടെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ് മഴ നനയാൻ. പക്ഷെ മഴയും ഞങ്ങളെ ചതിച്ചു, ചായക്കടിയും ഞങ്ങളെ ചതിച്ചു. അവിടെ നല്ല സൗണ്ട് ആയിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂട്ടാക്കിയത് വോയിസ്. ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു റീല് കണ്ടു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അതായത് ഒരു ഡോക്ടറിനെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തു. എന്തിനെ തുടർന്ന്? പ്രൈവറ്റ് സെക്ടറിൽ സർക്കാർ ഉദ്യോഗസ്ഥയിൽ ഇരിക്കെ വർക്ക് ചെയ്തതിന്. അതിനെതിരെ ശക്തമായി ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ അതിനെതിരല്ല, അതിനോട്. കാരണം ഇതേപോലെ ഞങ്ങൾക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പല സ്റ്റാഫുകളും ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം അല്ലെ പിറ്റേത്തെ മാസം തന്നെ ഒരു 5-6 വർഷത്തെ ലീവ് അങ്ങോട്ട് എടുക്കും, ലോങ് ലീവ്. എന്നിട്ട് പുറത്ത് UK-ലോ UAE-ലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കും. ആ സമയത്ത് ഇവിടെ കേരള PSC ലിസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർ വെറുതെ വീട്ടിൽ ചൊറയും കുത്തിയിരിക്കുന്നു. ആരെയും എന്ത് ചെയ്യണില്ല, അപ്പോയിൻമെൻറ്റ് ചെയ്യണില്ല. ഞങ്ങളെ നഴ്സുമാരായതുകൊണ്ട് ഞങ്ങൾക്ക് നഴ്സുമാരുടെ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര ആൾക്കാരുണ്ടാവും PSC എക്സാം പാസ്സായിട്ട് ഇങ്ങനെ വീട്ടിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ വിളിക്കാണ്ട് വായി നോക്കി ഇരുന്നിട്ട് ഇപ്പോഴും പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പം ഈ ലീവ് നിർത്തലാക്കുന്നതിനെ പറ്റിയിട്ടൊരു വാഗ്വാദം ഉണ്ടാവണമെന്നും ആ ഒരു റൂൾ എടുത്തു മാറ്റി നിർബന്ധമായിട്ടും ഗവൺമെൻറ് സെക്ടറിൽ ജോലി കിട്ടിയ ആൾക്കാർ അവിടെ ലീവ്, ലോങ് ലീവ് ഓക്കെ, മെഡിക്കൽ കേസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഓക്കെ, പ്രഗ്നൻസി ലീവ് 6 months അതൊക്കെ ഓക്കെ, അത് മാറ്റി നിർത്തിയാൽ വെറുതെ അനാവശ്യമായിട്ട് 5 വർഷമൊക്കെ ലീവ് എടുത്തിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി ഇവിടുത്തെ പൈസ അവിടുത്തെ പൈസ ഒക്കെ കൂടെ കൊണ്ട് ജീവിക്കുന്നത്. ഇവിടെ ഒരാളുടെ ചാൻസും കളയാണ്, അവിടെ ഒരാളുടെ ചാൻസും കളയാണ്. അതെ, എല്ലാവരുടെ ചാൻസും കളഞ്ഞുകൊണ്ട് അവർക്ക് മാത്രം അവർ ചാൻസ് ഉണ്ടാക്കുന്നു. അത് ശരിയാണോ? ഇതിനെതിരെ ശക്തമായി നമ്മൾ പ്രവർത്തിക്കണം. എത്ര നഴ്സുമാർ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, എത്ര ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ ഉറപ്പായിട്ട് കമൻറ്റ് ഇടണം നിങ്ങൾ ആരുടെ ഭാഗത്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം. ആക്ച്വലി ഞാൻ പുറത്തുനിന്നാണ് സംസാരിക്കുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ഈ സംസാരത്തിന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് പെട്ടെന്ന് അറിയില്ല കണ്ടപ്പോൾ ഇത് പറയണം തോന്നുന്നു. ഈ ആകാശം കണ്ടോ? ഞങ്ങൾ വരുമ്പോൾ കറുത്ത നിറത്തിലുണ്ടായ ആകാശം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട നീല നിറത്തിൽ നല്ല ക്ലാരിറ്റി വന്നത്. ആക്ച്വലി ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതുപോലെയാണ്. പക്ഷെ ഞങ്ങൾ ആ പരിപാടി മറികടന്ന് വേറൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോവാണ്. ഇപ്പം ഞങ്ങളങ്ങനെ തളരില്ല, ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. മഴയൊന്നും ഇല്ലെങ്കിലും മഴക്കോട്ടിട്ടാട്ടോ ഞങ്ങളിപ്പോഴും നടക്കുന്നത്. നേരത്തെ അത്ര പോലും ഇപ്പോൾ മഴയില്ല, ഒരു തുള്ളി മഴയില്ല, ഫുൾ ക്ലാരിറ്റി, ഫുൾ ക്ലിയർ ആയി. ഗൈസ്, നമ്മൾ അങ്ങനെ ലാസ്റ്റ് എല്ലായിടത്തും പതറിയതിന് ശേഷം ഇതാ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല ചൂട് മസാല ദോശ കേട്ടോ കടയിലേക്ക്. അപ്പം ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. മഞ്ജിമ ഇവിടെ മസാല ദോശ കഴിച്ചിട്ട് നല്ലൊരു റിവ്യൂ പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി. ആശ്ലം ഇത് ഫസ്റ്റ് കഴിക്കൂ. മസാല ദോശ മസാല കൂട്ടി കഴിക്കൂ ആശ്ലമി. ദിസ് ഇസ് മൈ മസാല ദോശ പ്ലേറ്റ്. ചുവന്ന ചട്നി, വെള്ള ചട്നി, സാമ്പാർ, ഇതാണ് നമ്മളെ ഹൈലൈറ്റ്. ഇനി ഞാൻ കഴിച്ചിട്ട് റിവ്യൂ പറയാം. കൊള്ളാം ഗൈസ്, അപ്രൂവ്ഡ്. ഗൈസ്, ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങളെ കറക്കവും തണ്ടലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. കോട്ടക്കൂരി പച്ച മനുഷ്യനായി. സത്യം പറയാം, ഞങ്ങൾ കോട്ടിട്ട നിമിഷം മഴ നിന്നു അല്ലേ? ഞങ്ങൾ എപ്പോൾ കോട്ടിട്ടോ അപ്പം മഴ നിന്നു. പിന്നെ ഈ സമയം വരെ ഒരു തുള്ളി മഴ പോലും വന്നിട്ടില്ല. പക്ഷേ
എക്സ്പെക്റ്റ് ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും നടന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു ആക്ച്വലി. ഡ്യൂട്ടി കഴിഞ്ഞ് 5 മണിക്ക് അവിടെ നിന്ന് ഇവിടെ എത്തി. ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇപ്പം കറക്റ്റ് ടൈം 8 മണി കേട്ടോ, കാരണം നമുക്ക് നൈറ്റ് ഡ്യൂട്ടിയിലെ സ്റ്റാഫ് പോകാനുണ്ട്. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. നല്ല കുറേ മെമ്മറീസ്, കുറേ ചിരിച്ചു, സന്തോഷിച്ചു, അങ്ങനത്തെ ഒരു ദിവസം. പിന്നെ നല്ലൊരു മസാല ദോശ കഴിച്ചു. പുതിയൊരു ഫുഡ് സ്പോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരണമായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കണും കൂടെ ചെറുതായിട്ട് അമർത്തിക്കോളൂ കേട്ടോ. ഒരുപാട് നോട്ടിഫിക്കേഷൻസുകൾ വരാനും അത് കാണാനുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.